ലോക ഫുട്ബോളിന്റെ വിശ്വവേദിയിൽ ആര് കിരീടം ചുടുമെന്നറിയാൻ ഇനി ഒരു പോരാട്ടം മാത്രം. കളിത്തട്ടിലെ കനക കിരീടത്തിനായി രണ്ട് വമ്പന്മാർ നേർക്കുനേർ കൊമ്പ് കോർക്കുന്നു. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോ കപ്പിലെ രാജാക്കന്മാരായ സ്പെയിനും. പക്ഷേ ഈ മഹാപോരാട്ടത്തിന് മാറ്റുകൂട്ടുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ തലമുറ മാറ്റത്തിന്റെ നേർക്കുനേർ പോരാട്ടമാണ്. ഒരു വശത്ത് 39ന്റെ പരിചയസമ്പത്തുമായി സാക്ഷാൽ ലയണൽ മെസ്സി, മറുവശത്ത് 19ന്റെ ചോരത്തിളപ്പും വേഗവുമായി ബാഴ്സയുടെ പുതിയ അത്ഭുത ബാലൻ ലാമിൻ യമാൽ. 19 വർഷങ്ങൾക്ക് മുമ്പ് ബാഴ്സലോണയുടെ ഒരു ചാരിറ്റി ഫോട്ടോഷൂട്ടിൽ മെസ്സി കയ്യിലെടുത്തു പിടിച്ച ആ 5 മാസക്കാരൻ കുഞ്ഞ് ഇന്ന് ലോകകപ്പ് ഫൈനലിൽ അതേ ഇതിഹാസത്തിന് മുന്നിൽ എതിരാളിയായി നിലയുറപ്പിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു കാവ്യനിധി ഫുട്ബോൾ വേദിയിൽ വേറെ ഉണ്ടാകുന്നു. തുടർച്ചയായ 2ാം ലോകകപ്പ് ഫൈനൽ കളിക്കുന്ന അർജന്റീനയ്ക്ക് സ്പാനിഷ് നിര വലിയ വെല്ലുവിളിയാക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ലോക ഫുട്ബോളിലെ 2 വമ്പന്മാർ മുഖാമുഖമെത്തുമ്പോൾ കിരീടം ആർക്കൊപ്പം നിൽക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അർജന്റീന സ്പെയിൻ ഫൈനൽ പോരിലേക്ക് വരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ലയണൽ മെസ്സി ലാമിൻ യമാൽ നേർക്കുനേർ പോരാട്ടത്തിലേക്കാണ്. ബാഴ്സലോണയിലെ മെസ്സിയുടെ പിൻഗാമിയായി ഇതിനോടകം വാഴ്ത്തപ്പെട്ട യമാൽ ഇതാദ്യമായി മെസ്സിക്കെതിരെ ബൂട്ടണിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. 39കാരനായ മെസ്സിയുടെ അനുഭവ സമ്പത്തിനും മീതെ ലാമിൻ യമാൽ എന്ന 19കാരന്റെ വേഗം കളയം നിറയുമോ എന്നാണ് കാണേണ്ടത്. മെസ്സി യമാൽ പോരാട്ടം വരുമ്പോൾ 19 വർഷം പിന്നിലുള്ളൊരു സംഭവം കൂടി ചർച്ചയാകുന്നുണ്ട്. അന്ന് മെസ്സിക്ക് 20 വയസ്സാണ്. ലാമിൻ യമാൽ 5 മാസം പ്രായമുള്ള കുഞ്ഞ്. 2007 ബാഴ്സലോണ ചാരിറ്റി കലണ്ടർ ഫോട്ടോഷൂട്ടിൽ മെസ്സി കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ആ കുഞ്ഞ് തന്റെ ബാഴ്സലോണയിലെ പിൻഗാമിയാകുമെന്നും ഇപ്പോഴിതാ ലോകകപ്പിന്റെ വിശ്വവേദിയിൽ ഫൈനൽ പോരാട്ടത്തിൽ തനിക്കെതിരായി നിൽക്കുമെന്നും അർജന്റീന ഇതിഹാസം സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. എന്നാൽ കാലങ്ങൾക്കിപ്പുറം അത്തരമൊരു ചരിത്ര നിമിഷത്തിന് കൂടിയാണ് ആരാധകർ സാക്ഷിയാകാൻ പോകുന്നത്. കളിക്കണക്കുകളിൽ മെസ്സി യമാലിനേക്കാൾ ഏറെ മുന്നിലാണ്. ഈ ലോകകപ്പിൽ 8 ഗോളും 4 അസിസ്റ്റുമായി ഗോൾഡൻ ബൂട്ട് റണ്ണിൽ മെസ്സി മുൻപന്തിയിലാണുള്ളത്. എന്നാൽ ഒരു ഗോൾ മാത്രം അക്കൗണ്ടിലാക്കിയാണ് യമാലിന്റെ വരവ്. വിങ്ങുകളിലൂടെ മുന്നേറുന്ന യമാലാണോ അതോ അർജന്റീനക്കായി കളം നിറഞ്ഞ് കളിക്കുന്ന മെസ്സിയാണോ ഫൈനൽ ശേഷം പുഞ്ചിരിക്കുകയെന്നാണ് കണ്ടറിയേണ്ടത്. ലോക ഫുട്ബോളിലെ തുല്യ ശക്തികളാണ് അർജന്റീനയും സ്പെയിനും. നേർക്കുനേർ കണക്കുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. 14 തവണ നേർക്കുനേർ എത്തിയപ്പോൾ 6 തവണ വീതമാണ് ഇരു ടീമും ജയിച്ചത്. 2 മത്സരങ്ങൾ സമനിലയിലും കലാശിച്ചു. ഏറ്റവും ഒടുവിലായി 2018 മാർച്ച് 27 നടന്ന സൗഹൃദ മത്സരത്തിലാണ് ഇരു ടീമും നേർക്കുനേർ ഏറ്റുമുട്ടിയത്. അന്ന് 6-1 സ്പെയിനിന്റെ ജയം. യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനും ലോകകപ്പ് ജേതാക്കളായ അർജന്റീനയും ഏറ്റുമുട്ടുന്ന ഫൈനലിസ്മ പോരാട്ടം ഫിഫ പദ്ധതിയിട്ടതാണ്. മാർച്ച് 27 മത്സരം തീരുമാനിക്കപ്പെട്ടതുമാണ്. എന്നാൽ അവസാന സമയത്ത് ആ മത്സരം ഉപേക്ഷിക്കപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ 2 ടീമിന്റെയും നേർക്കുനേർ പോരിലെ ശരിയായ കരുത്ത് എന്താണെന്ന് കൃത്യമായി വ്യക്തമാകുമായിരുന്നു. ലയണൽ മെസ്സിയുടെ അർജന്റീനയെ വിറപ്പിക്കാൻ പോന്ന മധ്യനിരയും പ്രതിരോധവും സ്പെയിനുണ്ട്. ഫ്രാൻസിനെ പോലും ഞെട്ടിച്ച ആ കളി മികവിലേക്ക് ഒരിക്കൽ കൂടി സ്പെയിൻ ഉയർന്നാൽ ഒരുപക്ഷെ അർജന്റീനയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല. മെസ്സി സൃഷ്ടിച്ചെടുക്കുന്ന അത്ഭുത അവസരങ്ങൾ സ്പെയിനെതിരെ അർജന്റീനയ്ക്ക് പ്രതീക്ഷിക്കാനാവില്ല. ടീം എന്ന നിലയിൽ പ്ലാൻ ബിയിലേക്ക് അർജന്റീന മാറേണ്ടതുണ്ട്. കാരണം മെസ്സിയെ പൂട്ടാനുള്ള മണിച്ചിത്ര താഴുമായി തന്നെയാവും സ്പാനിഷ് നിര കലാശപ്പോരാട്ടത്തിലേക്ക് ബൂട്ടണിയുക. സ്പാനിഷ് നായകൻ റോഡ്രിയുടെ സ്കെച്ചിന് പുറത്തേക്ക് മെസ്സിക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. വൺ ടച്ച് പാസുകളെ ആക്രമണോത്സുകയോടൊപ്പം ചേർത്ത് കളിക്കുന്ന സ്പാനിഷ് തന്ത്രത്തെ എങ്ങനെ അർജന്റീന മറികടക്കുമെന്ന് കാത്തിരുന്നു തന്നെ കണ്ടറിയാം. അതെ, ഇത് വെറുമൊരു ലോകകപ്പ് ഫൈനൽ പോരാട്ടമല്ല. ഫുട്ബോൾ ഇതിഹാസവും അദ്ദേഹത്തിന്റെ പിൻഗാമിയും തമ്മിലുള്ള അപൂർവ സംഗമമാണ്. 39ന്റെ അനുഭവ സമ്പത്ത് കൊണ്ട് സ്പാനിഷ് പ്രതിരോധം തകർത്ത് മെസ്സി അർജന്റീനയെ വീണ്ടും ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുമോ, അതോ 19ന്റെ ആവേശവും വേഗവും കൊണ്ട് ലാമിൻ യമാൽ ഫുട്ബോൾ ലോകത്ത് പുതിയൊരു യുഗപ്പിറവി കുറിക്കുമോ? കാലം കാത്തുവെച്ച ഈ മഹാപോരാട്ടത്തിന്റെ അവസാനം കനക കിരീടത്തിൽ ആര് മുത്തമിടുമെന്ന് കാത്തിരുന്ന് കാണാം.